ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആൻഡ് ബീങ് വിത്ത് മീ. അങ്ങനെ വീണ്ടും ഒരു വീക്കെൻഡ് എത്തി. എത്ര പെട്ടെന്നല്ലേ ഈ വീക്കെൻഡുകൾ ഇങ്ങനെ വരുന്നത്. ഇപ്പം അടുത്തൊരു വീക്കെൻഡ് കഴിഞ്ഞിട്ടല്ലേ എന്ന് ആലോചിക്കുമ്പോഴേക്കും അടുത്ത വീക്കെൻഡ് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ വീക്കെൻഡിൽ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ്. വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ബോറായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഒരു വീക്കെൻഡിൽ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇൻഫിനിറ്റി ബ്രിഡ്ജ്. ഞങ്ങളിന്ന് പോകുന്നത് ദൈറേക്കാണ്. ദൈറ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ മൈൻഡിലേക്ക് വരിക അവിടുത്തെ അബ്രയും അതുപോലെ അവിടുത്തെ ഗോൾഡ് സൂക്കൊക്കെ ആയിരിക്കും. ഈ അബ്ര എന്ന് പറഞ്ഞാൽ ബോട്ട് റൈഡാണേ, അഥവാ തോണി, ഒരു തരം തോണി എന്നൊക്കെ പറയാം. ഇവിടുത്തെ RTA അണ്ടറിലാണ് കേട്ടോ ഇവിടെ ഈ ബോട്ട് റൈഡ് നടക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു 1 ദിർഹത്തിനാണ്. ഈ 1 ദിർഹത്തിന് ഈ സർവീസ് നല്ല വേർത്താണ് കേട്ടോ. ഈ കനാലിൻ്റെ അപ്പുറത്ത് ബർദുബായ് ആണ്. ബർദുബായിലാണ് ഈ ഗോൾഡ് സൂക്കും അതുപോലെ ഓൾഡ് ബൽദിയ സ്ട്രീറ്റ്, നമ്മുടെ ദുബായിലെ ട്രഡീഷണൽ മാർക്കറ്റൊക്കെ ഉള്ളത് ബർദുബായിലാണ്. ഇവിടെ നിന്നാൽ ഒരുപാട് ഈ ആഡംബര നൗകകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓരോ പാർട്ടി ഫങ്ഷനുകളൊക്കെ ഉണ്ടായിരിക്കും അതിൽ. ഇതിലൂടെയാണ് ഈ ബോട്ടിലേക്കുള്ള എൻട്രി. അബ്ര എന്ന് പറഞ്ഞാൽ ടു ക്രോസ് എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ. ഈ ചെങ്ങാടത്തിൻ്റെയും അതുപോലെ ഈ ബോട്ടിൻ്റെയും ഒരു മിക്സഡ് വേർഷനാണ് ഈ അബ്ര. ഈ ബർദുബായ് ടു ദൈറ, അതുപോലെ ദൈറയിൽ ബർദുബായ്ക്കും ഓരോ സിംഗിൾ ട്രിപ്പിന് 1 ദിർഹമാണ് കേട്ടോ. ഇതിൽ 1 ടൈമിൽ 10 to 15 പേരൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും. ഇത് പല അർത്ഥത്തിലും ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുള്ളാണ്. ഈ ദൈറ ടു ബർദുബായ് ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ നമുക്ക് വെറുതെ റോഡിലൂടെ അത്രയും നേരം ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് വരുന്നതിനേക്കാൾ എത്രയോ റിലാക്സ് ആയിട്ട് നമുക്കിതിൽ പോകാൻ പറ്റും. കുട്ടികളൊക്കെ ഭയങ്കര കൗതുകത്തോടു കൂടിയാണ് കേട്ടോ ഇതൊക്കെ നോക്കിക്കണ്ടിരുന്നത്. ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഇവക്കും നിനക്കും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവർക്കിത് ഒരുപാട് ഇഷ്ടമായി. ദുബായിൽ വന്നാൽ ഇതൊരു മസ്റ്റ് വിസിറ്റാണ്. നമുക്ക് ഈ ആകാശത്തോടുള്ള ഈ കെട്ടിടങ്ങളും അതൊക്കെ ഭംഗിയിൽ ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് അത് രാത്രിയിൽ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. നമുക്കിതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് കേട്ടോ. ഇതൊരു ചെറിയ 5-6 മിനിറ്റിൻ്റെ യാത്രയാണെങ്കിലും നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. കയറിയപ്പം തൊട്ട് തന്നെ അവൾക്ക് എന്തൊക്കെയോ ചരിത്രം അറിയുന്ന പോലെയായിരുന്നു അവളെ സംസാരം. ഇതിൻ്റെ എല്ലാ ചരിത്രവും അവൾ അവിടെ തന്നെ ഇരുന്ന് കുറേ പറയുന്നുണ്ടായിരുന്നു. ഈ കനാലിൽ നമ്മൾ നാട്ടിലെ തോട്ടിൽ കാണുന്ന പോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഫിഷുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റുകളും ഇതിലേക്ക് ചാരി നിൽക്കുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകളും സീശ വലിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്നൊക്കെ ഇവയ്ക്ക് നല്ല തീറ്റയായിരിക്കും കിട്ടുന്നത്. അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഓൾഡ് ബൽദിയ സ്ട്രീറ്റിലേക്കാണ്.
ഇതിൻ്റെ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ഓൾഡ് ബലദിയ സ്ട്രീറ്റ്, അതായത് ദുബായിൻ്റെ ഓൾഡ് ട്രഡീഷണൽ മാർക്കറ്റ് ഉള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ദുബായിലെ പഴയ തനിമ വിളിച്ചോതുന്ന ഒരു ട്രഡീഷണൽ ചന്തയാണ് കേട്ടോ ഇത്. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സ്പൈസസുകളും തുണിത്തരങ്ങളും പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി മുതൽ റോസാപ്പ് വരെയുള്ള ഡ്രൈഡ് ഹെർബ്സും ഡ്രൈഡ് സീഡ്സ്, ഊത്, അത്തർ എല്ലാം ഇവിടെ കിട്ടും. വളരെ ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കടകളായിട്ടാണ് ഈ സൂക്കിൽ മുഴുവനും. ഇവിടെ തദ്ദേശികളായിട്ടും വിദേശികളായിട്ടും ഒരുപാട് പേര് സാധനങ്ങൾ വാങ്ങാനും അതുപോലെ കാണാനൊക്കെ എത്താറുണ്ട്. ഇവിടുത്തെ ഗോൾഡ് സൂക്കാണ് നമുക്ക് കൂടുതൽ ഒരു അമ്പരപ്പ് ഉണ്ടാക്കുക. ചെറിയ മോതിരം തൊട്ട് ശരീരം മുഴുവൻ മൂടാൻ പറ്റിയ ഗോൾഡ് ആഭരണങ്ങൾ വരെ ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ അലങ്കാര വസ്തുക്കളും അലങ്കാര ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ സെയിം പരിപാടി, കുറച്ച് ഫോട്ടോ എടുക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. അങ്ങനെ കുറേ നടന്നു കണ്ട് പിന്നെ സമയം അർദ്ധരാത്രിയോടെ അടുത്തിരുന്നു. കുറേ കടകളൊക്കെ പൂട്ടി തുടങ്ങി. വീണ്ടും ഞങ്ങൾ അബ്രയിൽ കയറി തിരിച്ച് ഞങ്ങൾ കാറ് നിർത്തിയിട്ട് കൊടുത്ത് തന്നെ യാത്രയായി. ഇതുപോലുള്ള അവരുടെ ഓരോ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നും പുറത്തിറങ്ങാൻ തോന്നും. തിരിച്ച് കരയിലെത്തിയപ്പോഴത്തേനും ഇവ അവിടെ ഒരു ഫ്രണ്ടിനെയൊക്കെ കണ്ടെത്തി അവർ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇന്ന് സമയം രാത്രി കുറേ ആയി. ഇനി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്.